ശ്രീ ഇ ജെ ബാബു CPI ജില്ലാ സെക്രട്ടറി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഇ ജെ ബാബു, വയനാട്ടിൽ ഇതുവരെ ഇല്ലാത്തത്ര പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ UDF ക്യാമ്പ് ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. അവർ പറഞ്ഞ 5 ലക്ഷം വോട്ട് ഭൂരിപക്ഷം പ്രിയങ്കയ്ക്കുണ്ടാകുമെന്ന് പറയുന്നു. LDF ക്യാമ്പിലെ ചോർച്ചയാണ് ഇത് എന്നാണ് UDF അവകാശപ്പെടുന്നത്. NDAയിലും വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് പറയുന്നു. പ്രിയങ്കയുടെ വരവിൽ അങ്ങനെ ഒരു ഇടിവ് സംഭവിച്ചോ വോട്ടിങ്ങിൽ? UDFന്റെ അവകാശവാദത്തെ സംബന്ധിച്ച് ഞാനിപ്പോ ഒന്നും അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഇവിടെ ഒരു വസ്തുതയുണ്ട്. വയനാട്ടിലെ ജനങ്ങൾ ഈ രണ്ടാമത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്? വയനാട് ജനതയുടെ മേലെ അടിച്ചേൽപ്പിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണിത്. അതിലുള്ള അമർഷം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം ശ്രീ രാഹുൽ ഗാന്ധിയോട് മത്സരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അവർ വോട്ട് വാങ്ങിയത്. സ്വാഭാവികമായും ഈ നാട്ടിലെ സാധാരണക്കാരായ മറ്റ് പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്ത സാധാരണക്കാരായ ആളുകളൊക്കെ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് എന്നുള്ള നിലയിൽ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ പ്രാവശ്യം അത്രയും ഭൂരിപക്ഷം ലഭിച്ചത്. അതിനു മുമ്പും അതായത് 5 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് മത്സരിച്ചപ്പോൾ കിട്ടിയിട്ടില്ല. അത് തന്നെയായിരിക്കും ഈ പ്രാവശ്യം പ്രിയങ്ക ഗാന്ധിക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് എന്നുള്ള നിലയിൽ കഴിഞ്ഞ 2 പ്രാവശ്യവും വയനാടൻ ജനതയെ പറഞ്ഞ് കബളിപ്പിച്ച UDFനുള്ള ഒരു മറുപടിയായിരിക്കും ഈ പ്രാവശ്യം വരാൻ വേണ്ടി പോകുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രചരണം ഏറ്റു എന്നാണോ? ഇടതുപക്ഷം ഏറ്റവും തുടക്കത്തിലെ ഞങ്ങൾ പറഞ്ഞല്ലോ, അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് ഞങ്ങൾ അന്ന് കൃത്യമായി വയനാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു. ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം അതായത് 6 മാസം മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരരംഗത്ത് വന്ന സമയത്ത് രണ്ടാമതൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്ന് അദ്ദേഹം പറയുന്നില്ല. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തു. ഇവിടുത്തെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് റായ്ബറേലിയിൽ പോയി ശ്രീ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വയനാട് ജനതയോട് കാണിച്ച ഒരു വഞ്ചനയല്ലേ? ആ വഞ്ചനയ്ക്ക് തിരിച്ചടി എന്തായാലും വയനാട് ജനത കൊടുക്കില്ലേ? എല്ലാ കാലത്തും അവർ പറയുന്നത് എന്തും കേൾക്കാൻ പറ്റുന്ന ഒരു അടിമ സ്വഭാവമുള്ള ആളുകളല്ലല്ലോ വയനാട്ടിലുള്ളവർ. അതാ തിരിച്ചറിവ് വയനാട്ടിലെ ജനത്തിന്. അതുകൊണ്ടാണ് ഇപ്പോ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പായിരുന്നല്ലോ. വലിയ ശക്തമായ പ്രചരണം കഴിഞ്ഞ 29 ദിവസം നടന്ന ഇടമാണ്. പക്ഷെ നോക്കൂ, 4% പോളിംഗ് അവിടെ കുറവാണ്. നിങ്ങൾ ഈ പറയുന്ന ലോജിക്ക് വയനാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ അതേ ലോജിക്കിൽ ചേലക്കരയിലെ ജനങ്ങൾ ചിന്തിച്ചാൽ അവിടെ നിങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷയാണ് ചേലക്കര. അവിടെ നഷ്ടം സംഭവിക്കും. ചേലക്കരയിൽ നഷ്ടം സംഭവിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞും കുറച്ചുകൂടി നല്ലൊരു വിജയം ചേലക്കരയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാരൊക്കെ പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പ് അനിവാര്യമാക്കി, വോട്ടിംഗ് അനിവാര്യമാക്കി എന്നുള്ളൊരു ലോജിക്കാണ് വയനാട്ടിൽ വർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ചേലക്കരയിലും പോളിംഗ് കുറഞ്ഞത് അതുകൊണ്ടാണോ എന്ന് നമ്മൾ സംശയിക്കണം. അല്ല മാഡം, അതിന്റെ അകത്തുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ചേലക്കരയിലെ വിഷയവും വയനാട്ടിലെ വിഷയം രണ്ടാണ്. ചേലക്കരയിൽ സഖാവ് രാധാകൃഷ്ണൻ അവിടുത്തെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അദ്ദേഹം പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയാവുന്ന സമയത്ത് അവിടെ ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ വീണ്ടും ഒരു മത്സരം നടക്കും എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടെ മത്സരരംഗത്ത് വന്ന സമയത്ത് ശ്രീ രാഹുൽ ഗാന്ധി മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന കാര്യം പറയുന്നില്ല. അവിടെയാണ് വിഷയം. അതുകൊണ്ടാണ് വയനാട് ജനതയെ പറഞ്ഞു വഞ്ചിച്ചു എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം. പക്ഷേ ഇപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ മൊത്തം കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് 9% കുറവ് ഇപ്പോഴുണ്ട്. അത് ഒരുപക്ഷെ 7 8 ആയി കുറയാം. പക്ഷെ വൈകുന്നേര സമയത്തൊന്നും വയനാട്ടിൽ അങ്ങനെ പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇതിപ്പോ രാവിലെ മുതൽ തിരക്കില്ലായിരുന്നു. അതെ. അപ്പോ ഈ മൊത്തത്തിൽ ഉണ്ടാകുന്ന കുറവ് നിങ്ങളെയും ബാധിക്കില്ലേ? ഞങ്ങളെ സാരമായി ബാധിക്കില്ല. UDFനെ ബാധിക്കുന്ന വിധത്തിലേക്ക് ബാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ജനങ്ങളോട് കാണിച്ച ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നെറികേട്. ആ നെറികേടിനുള്ള മറുപടിയാണ് ജനങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 2,83,000 വോട്ട് കഴിഞ്ഞ തവണ ആനിരാജ പിടിച്ചിരുന്നു. അത്രയും വോട്ട് കിട്ടുമോ സത്യൻ മൊകേരിക്ക്? അത്രയെങ്കിലും 2014 അദ്ദേഹത്തിന്റെ വലിയ ശ്രദ്ധേയമായ പോരാട്ടം ഉണ്ടായില്ല എങ്കിൽ പോലും ഇത്രയെങ്കിലും കിട്ടുമോ? ആനിരാജ പിടിച്ച 7 മാസം മുമ്പ് പിടിച്ച അത്രയും വോട്ടെങ്കിലും കിട്ടുമോ? 2014 സത്യൻ മൊകേരി 20,800 വോട്ടിനാണ് പരാജയപ്പെടുന്നത്. അതെ, 3 ലക്ഷത്തിൽ മേലിൽ വോട്ടും പിടിച്ചു. അതെ, ഞങ്ങൾ വോട്ട് പിടിച്ചിട്ടുണ്ട്. 17,000 വോട്ടിന് ഭൂരിപക്ഷം. വയനാട്ടിലെ 3 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയില് സത്യൻ മൊകേരിക്ക് 17,000 വോട്ടുകൾ കൂടുതലായിരുന്നു. 17,300 വോട്ടുകൾ കൂടുതലായിരുന്നു.
അതാ ഞാൻ ചോദിക്കുന്നത്. സത്യൻ മൊകേരിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുമ്പോൾ വയനാട്ടിൽ നിങ്ങൾ സത്യൻ മൊകേരി അറിയാത്ത ആളുകളല്ല, സത്യൻ മൊകേരി നന്നായിട്ട് അറിയാം. ഈ 2014 കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി സത്യൻ മൊകേരി പറയുന്നതനുസരിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് എന്തായാലും ഈ വോട്ട് കുറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഞങ്ങൾക്ക് വോട്ട് വർദ്ധിക്കുന്ന അവസ്ഥയിലേക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. വോട്ട് വർദ്ധിക്കുമെന്ന് പറയുമ്പോൾ അത് 2014 സത്യൻ മൊകേരി തന്നെ പിടിച്ച വോട്ടിനേക്കാൾ കൂടുതലെന്നതാണോ, അതോ കഴിഞ്ഞ തവണ ആനിരാജ 7 മാസങ്ങൾക്ക് മുൻപ് ആനിരാജ പിടിച്ചതിനേക്കാൾ വോട്ട് എന്നതാണോ നിങ്ങളുടെ അവകാശവാദം? ആനിരാജ പിടിച്ചതിനെ കഴിഞ്ഞും കൂടുതൽ വോട്ടുകൾ ഇപ്രാവശ്യം ഞങ്ങൾക്കുണ്ടാവും. മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇവിടെ അതിശയോക്തിയായിട്ട് പറയുന്നില്ല. ചിലപ്പോൾ അത്ഭുതങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. അത്ഭുതം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലേ. ഇപ്പോൾ എന്തായാലും പോളിംഗ് കഴിഞ്ഞു, കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് UDF ഇപ്പൊ ആകെ അങ്കലാപ്പിലല്ലേ. ശ്രീ ഇ ജെ ബാബു, പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയായിരിക്കുമല്ലോ കണക്കുകളെ സമീപിക്കുക. അപ്പോൾ അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടോ CPI? ഞങ്ങൾ അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇലക്ഷൻ അല്ലേ. സ്ത്രീ വോട്ടർമാരായിരുന്നു വയനാട്ടിൽ കൂടുതലായും ഉണ്ടായിരുന്നത്. ലീഗിന്റെ ശക്തി കേന്ദ്രമായ ഏറനാട് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഇടമാണ്. അതുപോലെ തന്നെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് വോട്ടുറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന അവകാശവാദമാണ് UDF ക്യാമ്പ് പറയുന്നത്. മേഡം, മറ്റു ചോദ്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ 5 ലക്ഷവും 6 ലക്ഷവും 7 ലക്ഷവും ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് നേടിക്കൊടുക്കുമെന്ന് പറഞ്ഞ UDF പോളിംഗിന് ശേഷം എന്താണ് അവർക്ക് അങ്കലാപ്പ്? നിങ്ങൾ ഇവിടെയുള്ള വയനാട്ടിലുണ്ടായിരുന്ന മാധ്യമങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടി പറ്റും. ഈ വയനാട്ടിലെ എല്ലാ മാധ്യമങ്ങളും ഈ പോളിംഗിന് ശേഷം ഞങ്ങളുടെ ഓഫീസിൽ വന്നു. ഞങ്ങളുടെ ഓഫീസും ഞങ്ങളിവിടെ വന്ന ആളുകളും ആഹ്ലാദത്തിലാണ് ഉള്ളത്. എന്നാൽ ഒരു മൗനമാണ് UDF ക്യാമ്പിലുള്ളത് എന്ന് മാധ്യമ പ്രവർത്തകരടക്കം പറഞ്ഞിരിക്കുന്നു.